ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഈ ക്വാർട്ടറിൻ്റെ 5-ാമത്തെ പാഠം പഠിക്കുവാൻ പോവുകയാണ്. ഈ ക്വാർട്ടറിൻ്റെ 5-ാമത്തെ പാഠത്തിലെ അതിൻ്റെ പാഠഭാഗമെന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള ഭാഗം, എന്നാൽ 5-ാം അധ്യായത്തിൻ്റെ 42 വരെയുള്ള ഭാഗത്തെ ആധാരമാക്കിയാണ്. തടാകത്തിന് ചുറ്റുമുള്ള അത്ഭുതങ്ങളെന്നാണ് ഈ പാഠഭാഗത്ത് അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ഉപമകൾ, ശിഷ്യന്മാർക്ക് എന്തിനാണ് ഉപമ കൊടുത്തത്, മറ്റു ജനത്തോട് എന്തുകൊണ്ട് ഉപമയിൽ സംസാരിച്ചു എന്നെല്ലാം പഠിക്കുകയുണ്ടായി. ഇന്ന് കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളാണ് നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. കർത്താവ് ഈ പാഠഭാഗം നാം പഠിക്കുന്നത് പല കഥകൾ, പല പ്രവർത്തനങ്ങൾ, സവിശേഷമായ കർത്താവിൻ്റെ പ്രവർത്തന രീതികൾ വായനക്കാരിലേക്ക് മർക്കോസ് എത്തിക്കുന്നതായ ചില സംഭവങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. കാരണം കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടവർ സൗഖ്യമായി, കർത്താവ് ഒന്ന് നോക്കിയവർ സൗഖ്യമായി. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നുവാൻ ഇടയാകുന്ന സംഭവങ്ങളെയാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായവും 5-ാം അധ്യായവും എല്ലാം പ്രതിപാദിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഇന്നത്തെ മനപ്പാഠവാക്യം: യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിലെ വാക്യമാണ്. അവസാന അത്ഭുതമായിട്ട് ഈ ആഴ്ചയിൽ അവസാന അത്ഭുതം എന്ന് പറയുന്നത് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതാണ്. ആർക്കും അടുത്തുകൂടാൻ പറ്റാത്തൊരു ഭൂതഗ്രസ്തൻ്റെ സൗഖ്യം ഭവനക്കാരെ അറിയിക്കുവാൻ വിടുന്നതായ ആ വാക്യത്തോടു കൂടിയാണ് നാം ഇന്നത്തെ പാഠം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തടാകത്തിന് ചുറ്റുമുള്ള അത്ഭുതങ്ങളുടെ ലിസ്റ്റിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കർത്താവിനെ നമുക്ക് മർക്കോസ് സുവിശേഷകൻ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. കൊടുങ്കാറ്റിനെ ശാസിക്കുന്ന കർത്താവ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 33 മുതൽ വായിക്കുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന പ്രതിപാദനമെന്ന് പറയുന്നത് കർത്താവ് ആ തടാകക്കരയിലേക്ക് പോകുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വായിക്കാം. 35-ാം വാക്യം 4-ാം അധ്യായം: അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. പല ഉപമകൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെയും അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ശിഷ്യന്മാരോട് പറയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തു? അവൻ അവരോട് പറഞ്ഞത്, അവർ പുരുഷാരത്തെ വിട്ടിട്ട് പടകിൽ കയറി ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ആ തടാകത്തിലുണ്ടായി, അല്ലേ കടലിലുണ്ടായി. ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. വലിയ ചുഴലിക്കാറ്റിനാൽ പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. കർത്താവ് ആ പകലത്തെ ശുശ്രൂഷയാൽ ക്ഷീണിതനായിരുന്നത് കൊണ്ട് അവിടുന്ന് അമരത്ത് തലവെച്ച് ഉറങ്ങുന്നതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ്. ശിഷ്യന്മാർ ഈ ചുഴലിക്കാറ്റും ഈ പടകിൽ വെള്ളം കയറുന്നതും കണ്ടിട്ട് അവർ ഭയന്ന് വിളിച്ചു കൂവുകയാണ്. അവർ അവനെ ഉണർത്തിയിട്ട് പറയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് ഉണർന്നു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുവാൻ പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് പറയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമൊന്നും ഇല്ലയോ? അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ കർത്താവിനെ അനുസരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്ന് ശിഷ്യന്മാരുടെ കൂടെ പടകിൽ സഞ്ചരിച്ചതായ കർത്താവ് അല്പമൊന്ന് മയങ്ങിപ്പോയപ്പോൾ കർത്താവിനെ ഉണർത്തിയ ശിഷ്യന്മാരുടെ വാക്കുകൾ നമ്മൾ പറയുന്നതായ വാക്കുകളാണ്.
നാം കർത്താവിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനേക അത്ഭുതങ്ങൾ ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിത പടകിൽ കർത്താവ് ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിത പടകിൽ കർത്താവ് ഉള്ളപ്പോൾ പല പ്രതിസന്ധികളിൽ അകപ്പെട്ട് നാം അത് ചുഴലിക്കാറ്റിനാൽ ആടി ഉലയുന്ന ഒരു നൗകയെ പോലെ നമ്മുടെ ജീവിത പടക് ആടി ഉലയുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം മാത്രമാണ് ആ ശിഷ്യന്മാരും ചോദിച്ചത്. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങളിങ്ങനെ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? മനസ്സിലാക്കേണ്ട കാര്യം, ജീവിത പടകിന്റെ അമരത്ത് കർത്താവ് ഉറങ്ങുകയാണ്. അവനെ ഉണർത്തുവാൻ അവര് പരിശ്രമിച്ചു. കർത്താവ് ഉണർന്നു. കടലിനും കാറ്റിനും ശാന്തത നൽകിയതുപോലെ നമ്മുടെ വിശ്വാസം തണുത്തു വിറങ്ങലിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉറങ്ങുന്ന ചില അനുഭവങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ നമ്മുടെ ജീവിത പടകിൻ്റെ അമരത്തവനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ വിശ്വാസമാകുന്ന ആയുധം കൊണ്ട് ഉണർത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചാൽ ജീവിത പടക് മുങ്ങുവാനിട വരികയില്ല. കാരണം കാറ്റിനെയും കടലിനെയും സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവ് നമ്മുടെ ജീവിത പടകിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭീരുക്കളാകേണ്ടതായ ആവശ്യമില്ല എന്ന വചനം നമുക്ക് ഉറപ്പും ധൈര്യവും പകരുവാൻ തക്കവണ്ണം ഇന്നും സാക്ഷ്യമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിത് വായിക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ സംഭവിച്ചതും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതുമായ ഒരു കഥയായിട്ട് ഇതിനെ തള്ളിക്കളയുവാൻ പാടില്ല. കാരണം ആ പടകില് കർത്താവ് ഉള്ളതുപോലെ നമ്മുടെ ജീവിതമാകുന്ന പടകില് കർത്താവ് നമ്മളെ അമരക്കാരനായിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കുറവുകൾ സംഭവിക്കുമ്പോൾ, അവിശ്വാസം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിത പടക് മുങ്ങുവാനിടയാകും. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ഭീരുത്വം മറന്ന് ധൈര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ വിശ്വാസം ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് നമുക്കിവിടെ ഈ ഭാഗത്ത് നൽകി തരുന്നതായ വലിയ സത്യം. ഒരു വലിയ അത്ഭുതമാണ് ആ തടാകക്കരയിൽ തടാകത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആ പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്തത്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കർത്താവ്. അതാണ് ഞായറാഴ്ച നമ്മൾ പഠിച്ചതായ പാഠം. ഇനി തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള പാഠഭാഗത്തെ വചനഭാഗത്തെ ആധാരമാക്കിയുള്ളതാണ്. ആ കടലിൽ നിന്ന് അവർ കടലിൻ്റെ അക്കരെ എത്തി. ഗദരദേശമാണ്. ഗദരദേശത്താണ് അവർ എത്തപ്പെട്ടത്. ആ ഗദരദേശത്ത് അവരെത്തിയപ്പോൾ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് കർത്താവിനെ എതിരേറ്റു വരുന്നതായ ഒരു കാഴ്ചയാണ് ശിഷ്യന്മാർ കാണുന്നത്. ഗദരദേശത്ത് പടകണഞ്ഞപ്പോൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് അണയുകയാണ്. എങ്ങനെയുള്ള ഭൂതഗ്രസ്തനാണെന്ന് വളരെ വ്യക്തമായിട്ട് മർക്കോസ് അവിടെ വിവരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ സുവിശേഷ ഘോഷണത്തിൽ ഒരേ കാര്യം 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തൻ്റെ പ്രത്യേകത എന്താണെന്ന് 5-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ ഭൂതഗ്രസ്തൻ വീട്ടിലല്ല ഉറങ്ങുന്നത്. ഈ ഭൂതഗ്രസ്തൻ കല്ലറകളിലാണ് പാർക്കുന്നത്. കല്ലറകളിലാണ് അവൻ്റെ പാർപ്പ്. ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പോലും ആ ബന്ധനം അവൻ ഉരുമി ഓടിച്ചു കളയും. അതുമാത്രമല്ല, ആ ചങ്ങല കൊണ്ട് അവനെ പലപ്പോഴും ബന്ധിച്ചിട്ടിട്ടും അവിടെ ഒന്നും പാർക്കുവാൻ അവന് കഴിയത്തില്ല. അതൊക്കെ വലിച്ചു പൊട്ടിച്ച് ഉരുമി ഒടിച്ചു കളഞ്ഞിട്ട് അവനെ അടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ രാവും പകലും ഈ കല്ലറകളിൽ, മലകളിൽ നിലവിളിച്ച് കൂവി വിളിച്ച് തന്നെത്താൻ ചോരയൊലിപ്പിച്ച് കല്ലുകൊണ്ടിടിച്ച് ചതച്ച് അവന് തന്നെ മുറിവേൽപ്പിച്ച് മറ്റൊരാൾക്കും അടുക്കുവാൻ കഴിയാത്ത ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായ ഒരു ഭൂതഗ്രസ്തൻ ഗദരദേശത്തെത്തിയ പടകിൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് നിലവിളിക്കുകയാണ്. എന്താ നിലവിളിച്ച് പറഞ്ഞത്? ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താ? എന്നെ ദണ്ഡിപ്പിക്കുവാൻ നീ നേരത്തെ വന്നോ എന്ന് സംസാരിക്കുകയാണ്. ആ അശുദ്ധാത്മാവിനെ കണ്ടിട്ട് കർത്താവ് എന്താണ്? അവനെ വിട്ടു പോകാൻ പറയുകയാണ്.
കർത്താവ് അധികാരത്തോടുകൂടി അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുകയാണ്, ആ മനുഷ്യനെ വിട്ട് പോകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോഴീ അശുദ്ധാത്മാവ് എന്താ സംസാരിച്ചെന്നറിയാമോ? പുറപ്പെട്ടു പോക എന്ന് പറഞ്ഞപ്പോൾ എന്താ സംസാരിച്ചത്? ഞങ്ങളെ എന്തു ചെയ്യരുത്, ഞങ്ങൾ പലരാണ്, ഞങ്ങളെ എന്തു ചെയ്യരുത്, ഈ നാട്ടിൽ നിന്ന് അയച്ചു കളയരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പലരാണ്, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് അയച്ചു കളയരുത്. ഈ ഒരു ഭൂതവും രണ്ട് ഭൂതവുമല്ല, ഒരു ലീജിയൻ അല്ലെ ലെഗിയോൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു റോമൻ ബറ്റാലിയൻ്റെ സംഖ്യയാണ് അവിടെ വിവരിച്ചേക്കുന്നത്. അത് 4000-നും 6000-നും ഇടയിലുള്ളതായ ഒരു സംഖ്യയാണ്. ഈ സംഖ്യ ഇത്രമാത്രം ഭൂതങ്ങളാണ് ഈ ഒരു മനുഷ്യനിൽ വ്യാപരിച്ചിട്ട് ആ മനുഷ്യനെ കല്ലറകളിൽ പാർക്കുവാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനും തന്നെത്താൻ ചതയ്ക്കുവാനും അവനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ മഹാശക്തിയായി ആർക്കും അടുക്കുവാൻ കഴിയാത്ത ഈ ഭൂതഗ്രസ്തൻ്റെ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂതങ്ങൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ, കർത്താവ് അവരുടെ പേര് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരാളും രണ്ടാളുമുള്ള ഞങ്ങൾ ലെഗിയോനാണെന്ന് പറയുകയാണ്. ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് അയച്ചു കളയരുത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഈ അശുദ്ധാത്മാക്കളെ അവിടെ മേഞ്ഞുകൊണ്ടിരുന്നതായ ഏകദേശം 2000 പന്നികളിലേക്ക് അങ്ങ് അയക്കുകയാണ്. ഈ പന്നികളെല്ലാം കൂടെ വീർപ്പ് മുട്ടിയിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇതെല്ലാം കടലിലേക്ക് അങ്ങ് ചാടി ആ കടലിൽ ചത്തു പൊങ്ങുന്ന ഒരു അനുഭവം നോക്കണേ. ഒരു മനുഷ്യനിൽ ഇത്രമാത്രം ഭൂതങ്ങൾ വന്നപ്പോൾ ആ മനുഷ്യനുണ്ടായതായ അനുഭവങ്ങൾ, കർത്താവിൻ്റെ ശാസനയാൽ ആ ഭൂതഗ്രസ്തൻ്റെ അനുഭവം മാറിയപ്പോൾ അവന് സംഭവിച്ചതായ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ നാം ഇന്ന് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വളരെ വലിയ അനുഭവം എന്ന് പറയുന്നത്, ആ ഭൂതഗ്രസ്തൻ എന്ത് ചെയ്തു? അവന് സംഭവിച്ചത് കാണുവാൻ എന്ത് ചെയ്തു? അനേകം പേര് യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരനുഭവം ഉണ്ടായി. പന്നികളുടെ ഉടയവർ കർത്താവിനെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുന്ന ഒരനുഭവം ഉണ്ടായി. ഭൂതഗ്രസ്തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവൻ സുബോധം പൂണ്ടവനായി വസ്ത്രം ധരിച്ചവനായി കർത്താവിൻ്റെ അടുക്കൽ വന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ട് ഈ ഭൂതഗ്രസ്തന് സംഭവിച്ചതൊക്കെയും ആളുകൾ ധാരാളം പേരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനിടയാക്കി. അപ്പോൾ ഭൂതഗ്രസ്തൻ കർത്താവിനോട് പറയുകയാണ്, പടകിൽ കയറി അക്കരയ്ക്ക് വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ഭൂതഗ്രസ്തൻ പറയുക, ഭൂതം മാറിയ ആൾ പറയും, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞില്ല, നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണ്ട, നീ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും അവരോട് പറയണം. കാരണം അവനെ ഒരു സാക്ഷ്യത്തിനായി അയക്കുകയാണ്. ഇതാണ് കർത്താവ് ഇന്ന് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നതായ കാര്യം. ഒരു പ്രയാസമായിട്ട്, പ്രതികൂലമായിട്ട്, രോഗമായിട്ട്, മാറ്റുവാൻ കഴിയാത്ത പ്രതിസന്ധിയാൽ വലയുന്ന അനുഭവത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും വിടുതലിൻ്റെ അനുഭവം പ്രാപിക്കുമ്പോൾ നമുക്ക് ഉള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നമുക്ക് ചെയ്തതായ കാര്യം സാക്ഷ്യത്തിനായി പറയുവാൻ കർത്താവ് ആജ്ഞാപിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യമാണ് അനേകരുടെ വിടുതലിന് കാരണമായി തീരുന്നതെന്നുള്ള പരമമായ സത്യമാണ് ഭൂതഗ്രസ്തൻ്റെ വിടുതലും അവൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്നതിലൂടെ കർത്താവ് കൽപ്പിച്ചതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യം എപ്രകാരമുള്ളതാണ്. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ഇടപെടുകയാണ്. നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് നാം എന്ത് സാക്ഷ്യമാണ് കൊടുക്കുന്നത്? നമ്മുടെ സമൂഹത്തിലുള്ളവർ നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ് പ്രാപിക്കുന്നത്? നാം അവരോട് എപ്രകാരമാണ് സാക്ഷ്യവുമായി കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നത്? ഇതെല്ലാം ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ പാഠഭാഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ വളരെ അനുഗ്രഹമേറിയ ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ, മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. അവർ ആ പടക് കയറി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ യേശു പടകിൽ കയറി ഇക്കരെ കടന്നു കടലരികെ ഇരുന്ന സമയത്ത് വലിയ പുരുഷാരമാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നുകൂടിയത്. ആ വന്നുകൂടിയതിൽ യഹൂദന്മാരുടെ ഒരു പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്,
കാൽക്കൽ വീണിട്ട് പറയുകയാണ്, എൻ്റെ കൊച്ചുമോള് അത്യാസന്നത്തിലിരിക്കുകയാണ്, അവളൊന്ന് രക്ഷപ്പെട്ട് ജീവിക്കേണ്ടുന്നതിന് അവിടുന്ന് എൻ്റെ വീട്ടിലൊന്ന് വന്ന് അവളുടെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. കർത്താവ് അവൻ്റെ കൂടെ പോവുകയാണ്. വലിയ പുരുഷാരവും പിൻചെന്നു. തിക്കും തിരക്കുമായിട്ട് യായിറോസിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മർക്കോസ് സുവിശേഷിക്കുകയാണ്. കർത്താവിൻ്റെ യാത്രയിൽ, യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ യാത്രയിൽ കർത്താവിൻ്റെ കൂടെ പോകുവാൻ തക്കവണ്ണം അനേകം വ്യക്തികൾ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നതായ, തിക്കി വഴിയിൽ അടഞ്ഞു പോകുന്നതായ ഒരു യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ കർത്താവ് യായിറോസിനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു സംഭവം അവിടെ നടക്കുകയാണ്. യാത്രയിൽ ഒരു സ്ത്രീ, വീണ്ടും താഴ്ത്ത് വായിക്കാം, 12 വർഷമായി രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീ കർത്താവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. ആ യാത്രയിൽ കർത്താവിൻ്റെ പിന്നാലെ ചെന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആരും കാണാതെ കർത്താവിൻ്റെ വസ്ത്രത്തിലെങ്കിലും എൻ്റെ കൈയൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളിൽ ഉറച്ച് നിശ്ചയിച്ചുകൊണ്ട് അവൾ ആ യാത്രയിൽ ഒരു കണ്ണിയാവുകയാണ്. ആ യാത്രയിൽ ആ വസ്ത്രത്തിൽ, കർത്താവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊടുകയുണ്ടായി. ആ തൊട്ട മാത്രയിൽ കർത്താവിൽ നിന്ന് ശക്തി പോയി അവളുടെ രോഗം സൗഖ്യമാകുന്ന അനുഭവം ഉണ്ടായപ്പോൾ കർത്താവ് തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തിക്കിലും തിരക്കിലും പെട്ടു പോകുന്നതായ കർത്താവ് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല എന്ന രീതിയിൽ ശിഷ്യന്മാർ കർത്താവിനോട് ഉത്തരം പറയുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇത്രമാത്രം തിക്കി തിരക്കി പോകുമ്പോൾ ആരാ തൊട്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് കർത്താവ് അന്നേരം വ്യക്തമാക്കണം, ഇല്ല, ഒരാൾ ഈ വലിയ തിക്കിലും തിരക്കിലും ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി ആ വ്യക്തിയിലേക്ക് പോയിട്ടുണ്ട്, അതാരാണെന്ന് എനിക്ക് അറിയണം എന്ന് കർത്താവ് തറപ്പിച്ചു പറയുന്നതാണ് ശിഷ്യന്മാരോട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കൂട്ടം ആളുകൾ സഞ്ചരിക്കുന്നെങ്കിലും ഒരുവനിലേക്ക് ആ ശക്തി പോകുവാൻ തക്കവണ്ണം എന്താണ് അവിടെ കാരണം? ആ സ്ത്രീയുടെ അത്യത്ഭുതമായ വിശ്വാസമാണ്. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് അത്രയും പുരുഷാരത്തിൻ്റെ ഇടയിൽ ആ ഒരു വ്യക്തിക്ക് സൗഖ്യമാകുവാൻ തക്കവണ്ണം ഇടയായതെന്ന പരമമായ സത്യം ഇന്ന് നാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, വിശ്വസിക്കുന്നു എങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അനേകം പേര് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടാകാം. എന്തുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരവും അവിടെ കാണും. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല എന്ന് നാം വിശ്വസിക്കുമ്പോൾ അവിടുന്ന് ആ വിഷയത്തിന്മേൽ ഇടപെടും. നാം പലപ്പോഴും അതിന് സമയമായിട്ടില്ലായിരിക്കാം, അല്ലേ ദൈവത്തിനത് ഇഷ്ടമല്ലായിരിക്കാം, അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്ന ഒരു രീതി നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ത്രീയുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യാണ്. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എനിക്കൊന്ന് തൊടുവാൻ കർത്താവെ സഹായിക്കണമേ. ആ സ്ത്രീയെക്കുറിച്ച് പഠിക്കുമ്പോൾ സുവിശേഷ ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അനേകം വൈദ്യന്മാരുടെ അടുക്കൽ പോയി, അവൾക്ക് സൗഖ്യമില്ല. രക്തസ്രാവം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു പൊതുവേദികളിൽ പോകുവാനൊക്കത്തില്ല, ഒന്നിനും സംബന്ധിക്കുവാൻ അനുവാദമില്ല, ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടി കഴിയണം. വല്ലാത്ത ഒരു അനുഭവമുള്ള കാലഘട്ടത്തിലാണ് ഈ സ്ത്രീ ജീവിച്ചത്. എന്നാൽ ആ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റാരെയും നോക്കാതെ അതുമാത്രം നനച്ചുകൊണ്ട് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ശക്തി അവളിലേക്ക് വ്യാപരിച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയാണ്. ഒരു വൈദ്യന്മാർക്കും ഭേദമാക്കുവാൻ കഴിയാത്തതായ 12 വർഷത്തെ രക്തസ്രാവം ഒരു തൊടിയിലിൽ മാറ്റുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതായിരുന്നുവെന്ന് ആ പാഠഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ
അളവ് ഒന്ന് പങ്കിടുന്നത് നല്ലതായിരിക്കും. കർത്താവെ, എന്നിൽ എന്തെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ സ്ത്രീയിൽ ഉളവായതുപോലെ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും കർത്താവ് മുന്നോട്ട് പോവുകയാണ്. അവളോട് എന്ത് പറഞ്ഞു? എന്നെ തൊട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർത്താവ് ആ സ്ത്രീയെ പ്രസിദ്ധമാക്കുകയാണ് ചെയ്തത്. കാരണം അവൾക്ക് രക്തസ്രാവമുണ്ടോ ഇല്ലയോ എന്നുള്ള സാക്ഷ്യം കൂടെ വരുന്നവർക്കൊന്നും അറിയത്തില്ല. അത് അവൾ തന്നെ പറയണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ്. പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നാം പൊതിഞ്ഞു വയ്ക്കുന്ന അനുഭവമുണ്ടെങ്കിൽ ഈ സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ നമ്മളോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലെ അത്ഭുതം മറ്റൊരാൾക്കൊരു അത്ഭുത വിഷയമായി തീരുവാൻ്റെ വണ്ണം സാക്ഷ്യം പ്രാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. വീണ്ടും കർത്താവ് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അവിടെ കർത്താവിനെ തിരസ്കരിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ അവിടെ നവീകരണം പ്രാപിക്കുവാനുള്ള അത്ഭുതങ്ങൾ നടക്കുകയാണ്. അവിടെ തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് ആ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് പോകുവാൻ്റെ വണ്ണം ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നീ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല, കുഞ്ഞ് മരിച്ചുപോയി, ഇനി അവിടെ വരേണ്ട ആവശ്യമില്ല എന്ന് കർത്താവിൻ്റെ വഴിമുടക്കിയായിട്ടൊരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ വാക്കൊന്നും കർത്താവ് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും കർത്താവിൻ്റെ കൂടെയുണ്ട്, മറ്റ് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. കർത്താവ് അവിടെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞേ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേര് മാത്രം യായിറോസിൻ്റെ ഭവനത്തിൽ എന്നോടൊപ്പം വന്നാൽ മതി. അങ്ങനെ അവർ ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആരാവാരം, ഭയങ്കര ആരാവാരം, വിലപിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം, കരച്ചിൽ, ഇതെല്ലാം കണ്ടപ്പം കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ആരാവാരം ഉണ്ടാക്കുന്നത് എന്തിനാ ഈ കരയുന്നേ? കുഞ്ഞ് മരിച്ചിട്ടില്ലല്ലോ. അത് കേട്ടപ്പോൾ ആ ജനം എന്ത് ചെയ്തു? കർത്താവിനെ പരിഹസിച്ചു. കർത്താവിനെ പരിഹസിക്കുന്ന ഒരു ജനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുമ്പോൾ മറ്റുള്ളവർക്കതൊരു പരിഹാസ വിഷയമായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായ വിധങ്ങളെന്ന് പറയുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളായിട്ട് നാം ഏറ്റെടുക്കണം. അതാണ് യായിറോസിൻ്റെ ഭവനത്തിൽ സംഭവിക്കുന്നത്. കർത്താവിനെ പരിഹസിച്ചവരുടെ ഇടയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. അവരെല്ലാം കർത്താവ് പുറത്താക്കി. എന്നിട്ടെന്താ, പരിഹാസികളെല്ലാം പുറത്താക്കിയിട്ട് കുട്ടിയുടെ അപ്പനെയും അമ്മയെയും ആ 3 ശിഷ്യന്മാരെയും കൂട്ടി കുട്ടി കിടക്കുന്ന മുറിയിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നാം കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്താൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാം. എല്ലാവരുടെയും വിശ്വാസം ഒരുപോലെയല്ല. എന്നാൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചില അപ്ഡേറ്റുകളൊക്കെ ആവശ്യമുണ്ട്, വളരെ ആവശ്യമാണ്. കരയുവാനും കൂവുവാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനും എന്ന ഭാവേന കൂടുന്ന പലരും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. വിശ്വാസ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികളാണ് അവരുണ്ടാക്കുന്നത്. എന്നാൽ കർത്താവിനോടൊപ്പം നാമും നമ്മുടെ പ്രയാസവും മാത്രമായി ഒരു അഭിമുഖം ചെയ്യുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ്റെ കൊണ്ടിടയായി. ഈ ബാലയുടെ കിടക്കക്കരികിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട്, ബാലെ എഴുന്നേൽക്ക എന്ന അർത്ഥത്തിൽ തലീഥ കുമി എന്ന് പറയുകയാണ്. ഉടനെ കുഞ്ഞ് കണ്ണു തുറന്നു. അവൾക്ക് ആഹാരം കുടിക്കുവാൻ കൊടുക്കാൻ പറഞ്ഞു. അവരെല്ലാവരും വിസ്മയിച്ചു. 12 വയസ്സുള്ള ഈ കുഞ്ഞിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ആ കുടുംബം മുഴുവനും അത്ഭുതപ്പെടുവാൻ വിസ്മയിക്കുവാനൊക്കെ വണ്ണം ഇടയായിട്ട്. ഇവിടെ മറ്റൊരു കാര്യം കർത്താവ് അവരോട് പറയണം, ഇതാരോടും പറയേണ്ട ആവശ്യമില്ല. നോക്കണേ, 3 അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. 1 ഭൂതഗ്രസ്തൻ്റെ വിടുതൽ, 2 രക്തസ്രാവക്കാരിയുടെ വിടുതൽ, ഇവിടെ യായിറോസിൻ്റെ മകളുടെ വിടുതൽ. അവിടെ 2ഇടത്തും കർത്താവ് അവരോട് സാക്ഷീകരിക്കുവാൻ പറയുകയാണ്. ഭൂതഗ്രസ്തനോട് പറഞ്ഞ് നിൻ്റെ ഭവനത്തിലുള്ളവരോട് നീ എന്ന് കർത്താവ് ചെയ്തത് പറയുവാൻ പറഞ്ഞു. രക്തസ്രാവക്കാരി സ്ത്രീയോട്, ഒരു വലിയ ജനക്കൂട്ടത്തിനോട് അവൾക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട വിധം പറയുവാൻ പറയുന്നു. എന്നാൽ യായിറോസിൻ്റെ ഭവനത്തിൽ വന്ന് ഈ അത്ഭുത പ്രവൃത്തി ചെയ്തതിന് ശേഷം
ഇത് തൽക്കാലം ആരോടും പറയണ്ട എന്ന് പറയുവാൻ എന്താണ് കാരണം എന്ന് നാം ചിന്തിക്കുമ്പോൾ, അവിടെ കൂടിയിരുന്ന പരിഹാസികൾക്ക് വിസ്മയം വരുമാറ് ജീവനുള്ള ഒരു കുഞ്ഞിനെ പുറത്തേക്ക് വരികയാണ്. അവിടെ പറയേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞ് തന്നെ പിന്നെ അത് സാക്ഷ്യമാണ്. മരിച്ചെന്ന് അവർ പറഞ്ഞ കുഞ്ഞ് ഇതാ ജീവനോടെ എഴുന്നേറ്റ് ആഹാരം കഴിക്കുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, അവരോടൊപ്പം ആകുവാൻ തക്കവണ്ണം പോകുന്നു. പിന്നെ അത് ഘോഷിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതമാണ് ഒരു സാക്ഷ്യം. നമ്മൾ കൊട്ടിഘോഷിച്ച് വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീരും. നാം സാക്ഷീകരിക്കുന്നതും നമ്മുടെ ജീവിതവും എല്ലാം കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഉതകട്ടെ എന്ന് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെല്ലാം തിരസ്കരിക്കുവാൻ പറഞ്ഞാലും തിരസ്കരിക്കാതിരിക്കുന്ന യായിറോസിൻ്റെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അവരൊക്കെയും കർത്താവിനെ പരിഹസിച്ചപ്പോഴും യായിറോസ് കർത്താവിൽ വിശ്വസിച്ചു. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യത്തിൽ നിന്ന് അവർ മടങ്ങിയതിന് ശേഷം വിശ്രമിക്കുന്നതിന് ഗലീല കടലിൻ്റെ ഒറ്റപ്പെട്ട ഒരു തീരത്തേക്ക് പോവുകയാണ്. അവർക്ക് മുമ്പിൽ ആ ദേശത്ത് ഒരു 5000 പേരോളം വരുന്ന പുരുഷാരം എത്തിയിരുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണെന്ന് യേശു കണ്ടിട്ട് ആ ദിവസം മുഴുവനും യേശു അവരെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാരെ എന്ത് ചെയ്തു? കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചും അവർ കേട്ട വചനത്തെക്കുറിച്ച് പറഞ്ഞും കൊടുത്ത് അവിടുത്തെ ജ്ഞാനത്തിൽ വിസ്മയിച്ചിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കലേക്ക് കർത്താവ് അവരെ അയക്കുകയും ചെയ്യുന്നുണ്ട്. പന്തിരി വരെ അയക്കുന്നു. അവർ പോയി കർത്താവ് പറഞ്ഞതുപോലെ വേല ചെയ്തു. അവർ പോയി മടങ്ങി വന്നതിന് ശേഷം കർത്താവ് അവരോട് നിങ്ങൾ കുറച്ച് വിശ്രമിച്ചോളാം അവരോട് പറയുകയാണ്. അപ്പോഴേ കർത്താവ് ഇരുന്നിടത്തേക്ക് വീണ്ടും ആളുകൾ ഇങ്ങനെ വന്ന് കൂടിയപ്പോൾ അവരോട് കർത്താവ് സംസാരിക്കുകയാണ്. കാരണം ഇവരെ കണ്ടപ്പോൾ കർത്താവ് അവരിലുള്ളതായ ഒരു ആവശ്യം, ഇടയനില്ലാത്ത ഒരാടുകൾ ചിന്നിച്ചെതറി കിടക്കുന്നതായ ആട്ടിൻകൂട്ടത്തെ പോലെ കിടക്കുന്ന ഈ ജനത്തോട് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ മശിഹായെ അവിടേക്ക് അയക്കുമ്പോൾ അവിടുത്തെ മനസ്സലിവ് എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ മനസ്സലിവാണ് പിന്നെയും കർത്താവിനെ അവരുടെ ഇടയിൽ വേല ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സംഖ്യാപുസ്തകം 27-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പ്രവാചകനെ, ഒരു ഇടയനെ തിരഞ്ഞെടുക്കുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭംഗിയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നടത്തിപ്പുകാരൻ്റെ കുറവാണ് ഈ ജനത്തിൻ്റെ ആവശ്യമെന്ന് കർത്താവ് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ നേതാക്കന്മാർ ഈ ജനത്തെ തെറ്റിച്ച് കളയുന്ന ഇടയന്മാരായിരുന്ന കാലഘട്ടത്തിലാണ് മശിഹായുടെ വരവ്. അപ്പോൾ യഥാർത്ഥ മശിഹ അവരുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു മശിഹായെയാണ് ആ ജനം കാത്തിരുന്നത്. ആ ജനത്തിന് അതുകൊണ്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് അവിടുത്തെ സന്നിധിയിൽ നിന്ന് പോകുവാൻ കഴിയാത്ത ഒരനുഭവമാണ് അവരവിടെ പ്രാപിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു ദിവസമല്ല പല ദിവസം കർത്താവിനോടൊപ്പം അവരായിരിക്കുകയാണ്. അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവരോട് ഉപദേശിക്കുകയാണ്. അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ആ സ്ഥലം ഒരു നിർജ്ജന പ്രദേശമായിരുന്നു. അവിടെ എങ്ങും ആൾതാമസമില്ല. ധാരാളം പേർക്ക് വന്നിരിക്കുവാൻ കടൽക്കരയിലുള്ള ഒരു നിർജ്ജന പ്രദേശത്താണ് കർത്താവ് ജനത്തെ കൂട്ടിയിരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കർത്താവ് തൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ഈ ജനത്തിന് പിരിഞ്ഞു പോകാൻ മനസ്സില്ല. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറയാണ്, കർത്താവേ ഇപ്പം രാത്രിയായി, ഇത്ര നേരം കൊണ്ടേ ഇത് പറയുന്നു, അവർ വിശന്ന് തളർന്ന് കാണുമല്ലോ, അവരെ പറഞ്ഞു വിടുക, അവർ വീട്ടിൽ പോട്ടെ, അവർ പോയി വല്ലതും കഴിക്കട്ടെ എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഒരു പ്രയാസം കർത്താവിനോട് പറയാണ് അവരെ പറഞ്ഞു വിടാൻ. അപ്പോൾ അപ്പോസ്തലന്മാർ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നതായ 34 മുതൽ വായിക്കുന്നതായ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരം നന്നേ വൈകി ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട്, ഈ നിർജ്ജന പ്രദേശമല്ലേ, നേരം നല്ല വൈകി, അവർക്ക് ഭക്ഷിപ്പാനില്ല, അവർ ചുറ്റുമുള്ള വീടുകളിൽ എവിടെയെങ്കിലും പോയി അവർ വിശ്രമിച്ചോളാൻ തക്കവണ്ണം അവരെ പറഞ്ഞയക്കാൻ പറയുമ്പോൾ കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഒരു വലിയൊരു പ്രശ്നമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ
ഒരു 2-3 വ്യക്തികൾ ഒരസമയത്ത് വൈകുന്നേരത്ത് അത്താഴത്തിന് മുമ്പ് ഭവനത്തിലോട്ട് കയറി വന്നാൽ ഇന്ന് ആ ഭവനത്തിൽ അവർക്ക് കൊടുക്കാൻ ആഹാരമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആർക്കോട്ടും മെനക്കെടാനും കഴിയാത്ത ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാ കുടുംബങ്ങളും അണുകുടുംബങ്ങളായി തീർന്നിരിക്കുകയാണ്. 1, 2, 3 വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടുന്ന ആഹാരം മാത്രം പാചകം ചെയ്യുന്ന ഒരു കാലത്തായിരിക്കുമ്പോൾ ഈ പ്രശ്നം വീണ്ടും വലിയ സമൂഹത്തിന് കൊടുക്കുവാനല്ല, മറിച്ച് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നുള്ളതായ ആജ്ഞ ഇന്ന് നമ്മളോടാണ്. അതെങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും? ശിഷ്യന്മാരവിടെ നിസ്സഹായരായിട്ട് അവർ പറയുകയാണ്, ഇത്രയും വലിയ കൂട്ടത്തിന് ഞങ്ങൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഇത്രയും വലിയ കൂട്ടത്തിന് ഇത്ര രൂപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പം വാങ്ങിക്കാൻ പറ്റുമോ? 6 മാസത്തെ കൂലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെ അവരെന്ത് ചെയ്യാണ്? കർത്താവിനോട് വാദിക്കുന്ന ഒരനുഭവം അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും അത് നോക്കാം നമുക്ക്. കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ കൽപ്പിച്ചു. ഇവിടെ 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ആരാ പറയുന്നതെന്നെല്ലാം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പോസാണ് അത് ചോദിക്കുന്നത്. അന്ത്രയോസാണ് വന്ന് പറയുന്നത്, ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട് 2 മീനും ഉണ്ടെന്ന് അന്ത്രയോസാ വന്ന് പറയുന്നതെന്ന് വേറെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഫിലിപ്പോസിൻ്റെ ഭാഷ്യത്തിൽ ഇത്രയും പേർക്കൊന്നും ആഹാരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അപ്പം നമ്മുടെ ആ മനോഭാവം, 2 വ്യക്തികളുടെ മനോഭാവം കർത്താവ് പരിഹരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. 2 വ്യത്യസ്തങ്ങളായ വ്യക്തി ജീവിതങ്ങൾ. ഒരുത്തൻ പറയുന്നത് വലിയ മല പോലെ പ്രശ്നത്തെ കാണുന്നവർ, ഒരാൾ ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ കർത്താവിൻ്റെ സഹായമുണ്ടെങ്കിൽ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഇവിടെ അന്ത്രയോസ് പറയുകയാണ് 5 അപ്പവുമുണ്ട് 2 മീനുമുണ്ട് ഒരു ബാലകൻ്റെ കയ്യിൽ. അത് ലൂക്കോസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ നമ്മൾ വായിക്കണം. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? അവരെ പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. അവരെ പന്തിയായിട്ട് ഈ പച്ചപ്പുല്ലിലോട്ട് ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ പന്തിയായിട്ട് ഇരുത്തിയപ്പോൾ ഏകദേശം പുരുഷന്മാർ മാത്രം 5000 പേരുണ്ട്. കർത്താവ് 5 അപ്പവും ആ 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് വിളമ്പാൻ പറഞ്ഞു. അവർ വിളമ്പി 12 കൊട്ട ബാക്കി വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേൾക്കുമ്പം നമുക്ക് അതിശയോക്തിയായിട്ട് തോന്നും. പലരുടെയും ജീവിതം ഇന്ന് റിസർച്ച് ചെയ്യുന്ന കാലഘട്ടമാണ്. വിശ്വാസം റിസർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ റിസർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല വിശ്വാസമെന്ന് പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം, ജീവിതത്തിൽ പ്രാപിക്കണം. ഇവിടെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിശ്വാസം വർദ്ധിച്ചാൽ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ കർത്താവിന്, അഖിലാണ്ടത്തിൽ സകല ചരാചരങ്ങളെയും നിറച്ച കർത്താവിന് ഈ 5000 പേർക്ക് വിളമ്പുവാൻ 5 അപ്പം അത് അവർ കാണേ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുവാൻ്റെ വണ്ണം അവരോട് പറയണം. ഉള്ളത് നുറുക്കി എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും തൃപ്തിയാവും. അത്രയും കൊണ്ട് ഇതിപ്പം ഇല്ല, കടലിൽ കായം കലക്കുന്ന പോലെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഒരു നന്മയും ചെയ്യുവാൻ സാധ്യമല്ല. ഞാനിപ്പോൾ ഇത്രയും കൊടുത്താൽ എന്തോ ആവാനാ എന്ന് ചിന്തിക്കുന്ന മൾട്ടിറ്റ്യൂഡായ ജനതയോടാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത്. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്താൽ ദൈവം ബാക്കി പ്രവർത്തിക്കും എന്ന സന്ദേശം തരുന്നത്. ഇവിടെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എന്നെ നടത്തിയ അനവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറയുന്നുവോ അത് ചെയ്യുവാൻ തക്കവണ്ണം നാം വിശ്വാസത്തിൽ ഒരു ചുവട് വയ്ക്കുമെങ്കിൽ കർത്താവ് 3 ചുവട് വെച്ച് ആ കാര്യം നടത്തിത്തരും. കർത്താവിനെ ശ്രദ്ധിക്കുവാൻ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യമായാലും അവർക്ക് ഉപദേശം കൊടുക്കുന്ന കാര്യമായാലും അസാധ്യമെന്ന് തോന്നുന്നവർക്ക് അസാധ്യമായിരിക്കും, സാധ്യമെന്ന് തോന്നുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഒരു വ്യത്യസ്തനായ മശിഹായെ ജനത്തിന് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പ്രവൃത്തി പര്യാപ്തമായി. കാരണം അന്നുണ്ടായിരുന്ന മത നേതാക്കന്മാർക്ക് ചിതറിച്ച് കളയുവാനല്ലാതെ കൂട്ടിച്ചേർക്കുവാനോ കൂട്ടിവരുത്തുവാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് അവിടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയനില്ലാത്ത ആടുകളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവിനെ നമ്മളവിടെ വായിക്കുന്നത്. ഈ കടന്നു വന്ന ജനത്തിനെ തൃപ്തിയാക്കുവാൻ തക്കവണ്ണം ഭക്ഷണവും സൗഖ്യവും സമാധാനവും ഒക്കെയും പ്രദാനം ചെയ്യുന്ന ഒരു മശിഹായെ
അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാർക്കും അതിശയം കൂറുമാർ. അവരുടെ ഒരു പ്രശ്നം തുടർന്നുണ്ടാകുന്ന ജീവിതത്തിൽ മശിഹായെ വെളിപ്പെടുത്തുന്ന തങ്ങളുടെ ദൗത്യത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുവാനുള്ള നല്ല പാഠങ്ങളും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തിൽ നാം പഠിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇന്നും ഉഴലുന്നതായ ദൈവത്തിൻ്റെ ജനം, അല്ലെങ്കിൽ ആരായിരുന്നാലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. ഇന്ന് നാം പഠിച്ചതായ വെള്ളിയാഴ്ചത്തെ പാഠം എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഒരു അവലോകനം നമ്മൾ മനസ്സിലാക്കുകയാണ്. മൊത്തത്തിൽ നാം പഠിച്ചതായ ഭാഗങ്ങളെ ഒന്നുകൂടെ പുനഃപരിശോധിക്കുമ്പോൾ നാം അഭൂതഗ്രസ്തൻ്റെ സൗഖ്യം, അതുപോലെ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യന്മാരെ ഭീരുത്വത്തിൽ നിന്ന് വിടുവിക്കുന്നതായ കർത്താവിൻ്റെ ശക്തി, അതൊക്കെയും നമ്മൾ കാണുമ്പോൾ ആ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ആ രക്തസ്രാവക്കാരിയുടേതായ സാക്ഷ്യം, യായിറോസിൻ്റെ മകളുടെ മരണത്തിൽ നിന്നുള്ള വിടുതൽ, ചുറ്റുപാട് നിന്നവർ പരിഹസിച്ചപ്പോഴും തിരസ്കരിക്കാത്ത യായിറോസിൻ്റെ വിശ്വാസം, ഇതൊക്കെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുനഃപരിശോധന ചെയ്യേണ്ട കാലഘട്ടമാണ്. നാം പ്രാർത്ഥിക്കുന്നു, വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, മറ്റുള്ളവരുടെ ഇടയിൽ നാം സഞ്ചരിക്കുന്നു. എന്നാൽ ഈ മാറാത്ത നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന കർത്താവിൻ്റെ അതിശയ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരവലോകനം ഈ പാഠഭാഗത്തുകൂടെ നമുക്ക് പ്രാപിക്കാം. കാറ്റും കോളുമാകുന്ന പ്രതികൂലങ്ങൾ ജീവിത നൗകയെ മുക്കിക്കളയുവാൻ തക്കവണ്ണം നാം മുങ്ങിത്തപ്പുന്ന, നമുക്കാരുമില്ല എന്ന് തോന്നുന്ന അനുഭവത്തിൽ അമരത്ത് ഉറങ്ങുന്ന കർത്താവിനെ കണ്ട് ഉണർത്തുന്ന വിശ്വാസം നമ്മളിൽ രൂഢമൂലമാകട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെ പതറിപ്പോകുന്ന അനുഭവത്തിൽ നിന്ന് ഉണർച്ച പ്രാപിച്ച്, ഉയർച്ച പ്രാപിച്ച്, സാക്ഷ്യം പ്രാപിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായി തീരാം. പിന്നെയും കർത്താവിൻ്റെ പ്രവൃത്തി ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ ആരാലും ബന്ധിച്ചു കൂടാൻ കഴിയാത്തതായ ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി അത്രമാത്രം പ്രശ്നങ്ങൾ, അതായത് ഭൂതം ബാധിച്ചതായ മനുഷ്യൻ്റെ പ്രതികൂലങ്ങളിൽ അവനെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ മനസ്സലിവ്, ആ മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മറ്റുള്ളവരുടെ അടുക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി സഞ്ചരിക്കുന്ന വ്യക്തികളെ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. കർത്താവിൻ്റെ സൗഖ്യം അവരിലേക്ക് വ്യാപരിക്കുവാൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഈ നാളുകളിൽ വളരെ ആവശ്യമായിരിക്കുകയാണ്. അത് നമ്മൾ ആ ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തിലൂടെ കണ്ടതാണ്. അവൻ്റെ ഭവനത്തിലുള്ളവർക്ക് അവനൊരു സാക്ഷ്യമായി തീരുവാൻ നമ്മുടെ വിലയേറിയ ഉപദേശവും പ്രാർത്ഥനയും അനേക വ്യക്തികളുടെ വിടുതലിന് കാരണമാകട്ടെ. വീണ്ടും യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന കർത്താവ് വഴിയിൽ വെച്ച് സൗഖ്യമാക്കുന്ന രക്തസ്രാവക്കാരിയുടെ അതിഭയങ്കരമായ വിശ്വാസം, വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് ആരാലും കാണാൻ കഴിയാത്ത വിധം ഇടയ്ക്കൂടെ ചെന്ന് തൊടുന്നതായ വിശ്വാസി. എന്നാൽ ശക്തി വ്യാപരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന കർത്താവ് അവളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ അവളൊരു സാക്ഷ്യമായി തീരുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഈ പാഠത്തിലൂടെ നമുക്ക് സാധിക്കണം. ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതങ്ങളിലൂടെ അനേകർക്ക് സൗഖ്യം പകരുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവിനെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്. അത് നാം മറന്നു പോകരുത്. വീണ്ടും കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് യായിറോസ് തൻ്റെ മകളെ കാണിക്കുവാൻ പോകുമ്പോൾ ആരാവാരത്തെ പുറത്താക്കുന്ന, ആ വിലപിക്കുന്നവരെ പുറത്താക്കുന്ന കർത്താവ്, എന്നാൽ കർത്താവിനെ പരിഹസിക്കുന്ന വലിയൊരു ജനതതി, ഇതൊക്കെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അവിശ്വാസികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വിശ്വാസ ജീവിതത്തിന് പറ്റിയതല്ല. നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ബന്ധങ്ങൾ, അതൊക്കെ നാം പുനഃപരിശോധന കഴിക്കേണ്ട കാലഘട്ടമാണ്. കർത്താവുമായി ചേർന്ന് ജീവിച്ചുകൊണ്ട്, അവിടുത്തോട് പറ്റിച്ചേർന്നിരുന്ന്, അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിപ്പാൻ
സാക്ഷ്യം പ്രാപിപ്പാൻ, മറ്റുള്ളവർക്ക് നാം തന്നെ ഒരു സാക്ഷിയായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്ന പാഠങ്ങളാണ് ഈ ആഴ്ചയിൽ നാം പഠിച്ചത്. പാഠം കേട്ടതായ ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് ഈ മശിഹായെ, വേഗം വരാൻ പോകുന്ന കർത്താവിനെ എതിരേൽക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെ മറ്റുള്ളവരെ ജീവിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സാധ്യമാക്കട്ടെ, നമ്മളിലൂടെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശുദ്ധനും വേഗം വരുന്നവനുമായ കർത്താവേ, നല്ലൊരു പാഠം കൂടി പഠിക്കുവാൻ അവസരം തന്ന സ്തോത്രം. ഈ ശബദിൻ്റെ പാഠങ്ങളൊക്കെയും ഓരോ 3 മാസം കൂടുമ്പോഴും കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അത് ഭംഗിയായി പഠിച്ച് നിശ്ചയം പ്രാപിച്ച് സാക്ഷ്യമുള്ളവരാകുവാൻ തരുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഇന്നടിയങ്ങൾ പഠിച്ചതായ അത്ഭുത പ്രവർത്തികളും വിടുതലുകളും അടിയങ്ങളുടെ ജീവിതത്തിലും പ്രാപിക്കുവാൻ, വിശ്വാസത്തിൻ്റെ നല്ല മാതൃകകളായി തീരുവാൻ, അവിശ്വാസമുള്ള തലമുറയിൽ അധർമ്മികളുടെ ഇടയിൽ അടിയങ്ങൾ വിശ്വാസമുള്ളവരും കർത്താവിൻ്റെ വചനം പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമായതുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിൻ്റെ സാക്ഷീകരണത്തിലും മുന്നിട്ട് വരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തരുന്ന എല്ലാ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. വചനത്തിൽ ഉറപ്പ് പ്രാപിച്ച് മറ്റുള്ളവർക്ക് രക്ഷയെ കാംക്ഷിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി, അനേകർ കർത്താവിനെ കാണുന്നതിന് വേണ്ടി ഒക്കെയും അടിയങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൃപയോടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുമേനി അനുഗ്രഹിക്കണമേ. ധാരാളമായിട്ട് കർത്താവിൻ്റെ വചനങ്ങളെ നൽകി വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിക്കുവാൻ സഹായിക്കണമേ. വേഗം വരുന്ന കർത്താവിൽ അടിയങ്ങളുടെ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യഭവനത്തിൻ്റെ വാഞ്ചയാൽ ഓരോ ദിവസവും തികഞ്ഞു വരുവാൻ സഹായിച്ചൊരുക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.